ഹലോ ഗായ്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്ഥലം. കണ്ടായിരുന്നോ? ഞങ്ങളിപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് ചക്ക പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ആരോ വരുന്നുണ്ടേ. എൻ്റെ അനിയൻ ചക്ക പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. ചക്ക പറിക്കുന്നതൊക്കെ കാണിക്കാമല്ലോ. ഇതാണ് എൻ്റെ അമ്മായിൻ്റെ വീട്. കണ്ടോ? കാണിച്ചു തരാം കേട്ടോ. ഇരിക്കട്ടെ ഗൈസ്, നമ്മളിപ്പോൾ പോവാണ്. നമ്മളെ വീട്ടിലല്ല, ഇത് ഏതോ വീട്ടിൽ പോവാൻ. മാമി ഭയങ്കര ഇതിൽ നോക്കുന്നുണ്ടേ. ബാ, കാണുന്നുണ്ട് ഗൈസ്. ഇത് എൻ്റെ അമ്മായിൻ്റെ വീടാണേ. എവിടെ പോയാനു? അതായത് ഇങ്ങനെ നമ്മൾ പോയിട്ട് ചക്ക പറിക്കാൻ പോവാണ്. നമ്മൾ ചക്ക തിന്നാൻ പോവാണ്. പറിക്കുന്നതാണ് മുമ്പിൽ പോകുന്നത്. വടിയെടുത്തിട്ട് പോകുന്നുണ്ട്. വാ, ചക്ക കിട്ടുമോയെന്നറിയില്ല ഗൈസ്. ഇതാണ് കണ്ടോ നമ്മളെ നാട്, കർണാടകം. ഇതെല്ലാം വരും. കാപ്പിത്തോട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ നിങ്ങളെ നാട്ടിൽ പോലത്തെ ഇതില്ല. എന്ത് അവിടെ എന്താണ് കേരളത്തിൽ കൃഷി? റബ്ബർ. എവിടെ പോയാനു? അങ്ങനെ ഞങ്ങൾ കക്കാൻ പോവാണ്. ഇത് പറിക്കാൻ പോകുന്നതല്ല. ആനകൾ വരും. നമ്മൾ കാക്കൻ്റെ തോട്ടത്തിൽ ചക്ക കക്കാൻ പോകുന്നതാണ്. ഓ, നിങ്ങൾ വരുന്നില്ലേ? അപ്പം നമ്മളിങ്ങനെ തോട്ടത്തിലോട്ട് ഇങ്ങനെ പോയിട്ട് എവിടെയാനു? മോക്ഷി, നീ അവിടെ നിൽക്ക്. തോട്ടത്തിനുള്ളിൽ വരണ്ട. കയറാൻ പറ്റുമോയെന്നറിയില്ല അതിൽ. അതുകൊണ്ടാണ് വടി എടുത്തിട്ടുള്ളത്. ആരും ഉണ്ടോയെന്നറിയില്ല കേട്ടോ. തോട്ടത്തിനുള്ളിൽ ഇങ്ങനെ പോയിട്ട് എവിടെ ചക്ക നിൽക്കാനോ? ചക്ക പറിക്കാൻ കാണണ്ടേ? ഇത് മുകളിലല്ലേ ഗൈസ്. കണ്ടോ ഗൈസ്, ചക്ക ഒരുപാട് മേലെയാണേ. ഓ, ഇത് ഭയങ്കര ഇതല്ലേ. ഇപ്പോൾ ഇവിടെ എത്തില്ലേ? ഞങ്ങൾക്ക് എത്തുവാന്ന്. അപ്പം ഞാൻ കയറാം. അല്ല തള്ള, നീ വന്ന് വീഡിയോ എടുക്ക്. ഏണി കൊണ്ടുണ്ടെങ്കിൽ ഓൻ കയറിയത്. ഗൈസ്, ചക്ക ഇല്ല ഗൈസ്. നാളെ കാട്ടോ ചക്ക. നീ നോക്കുന്ന കാപ്പിച്ചെടിയെല്ലാം പോയി. അതിനെ സങ്കടം. ഞാൻ കയറി നോക്കട്ടെ. ഗൈസ്, കുത്തി കുത്തി മതിയായി ഗൈസ്. ചക്ക കിട്ടിയിട്ടില്ല. അനിയത്തി കയറുന്നുണ്ട് മരത്തിൽ. എനിക്ക് തള്ളി മതിയായി. ഓ, അങ്ങോട്ട് കയറി കിട്ടില്ലല്ലേ. അങ്ങനെ നമ്മളെ അനിയത്തി മങ്കിനെ പോലെ ചക്ക ഇനി വേണ തീർന്നു നിൽക്കുക.
മാമി റേക്കാണ്ടിൻ്റെ അടുത്ത് ഏണി ഉണ്ടാവുക. ഓ അനുണ്ടത്ര. അങ്ങനെ ചക്ക കയറുവാണ് ഗൈസ്. കയറാൻ പറ്റുമെന്നറിയില്ല, ഇനി പിടിക്കാനൊരു സ്ഥലമില്ല, അതുകൊണ്ട് കൈ നോക്കി ഇതാക്കി കയറാണ്. മുകളിലാണ്, മെല്ലെ നോക്കിട്ടാനുവേ പറ്റുമെങ്കിൽ കയറിയാൽ മതി, ഇല്ലെങ്കിൽ കയറണ്ട. ഇത് മെല്ലെ എനിക്കോ പേടിയുണ്ട്. നാന്നത്ര കയറിക്കളിയോ എങ്ങനെങ്കിലും താഴെ നോക്കുമ്പോൾ പേടിയാവും. മെല്ലെ അത് ഉണങ്ങിനാ നോക്ക്. മൂത്തനാന്നറിയില്ല ഗൈസ്. അനിയത്തി കയറി ഗൈസ് ചക്കയ്ക്ക്. മൂത്തനാന്നറിയില്ല, ഞാൻ തള്ളി തള്ളി മഴത്ത് കണ്ണിൽ എന്തോ വീണ്. മൂത്തനാ പറിച്ചിടാ അങ്ങോട്ട് പോട്ടെ. തട്ടി നോക്ക്, മനസ്സിലാവല്ലേ അത് മൂത്തനാന്നോ. ഇനി പറഞ്ഞു കാലത്തോട്ട് നീ തള്ളി താഴെ. ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് ഒടുവിൽ അനിയത്തി ചക്ക വറുത്ത് കയറി ചക്ക പറിച്ചിടുകയാണ് മക്കളെ. കുറേ ദിവസമായി ചക്ക മാണ്ട. മെല്ലെ എൻ്റെ തലയിൽ അവിടെ ഇട്ട് വേണ്ട, ഇനി കുറച്ച് മേലെ കയറണ നീ. ഓ ഇത്രയുണ്ട്, എന്നിട്ട് ഇത്ര കഷ്ടമല്ലേ. ബ്ലഡി ഫുൾ. അതൊന്നേ മതിയെന്ന് തോന്നുന്നു. മേലെ കയറണ്ട, മേന്തി മതി. ബാ മേലെ വേണ്ടല്ലോ. എൻ്റെ അനിയത്തിയാണ് ഗൈസ്. മെല്ലാനു മെല്ലെ. അത് പറിക്കുന്ന ഇല്ലല്ലേ, ഒന്ന് മതി. ഇപ്പം അതേ ചള്ളാണെങ്കിലല്ലേ. മെല്ലെ മെല്ലെ. അപ്പം നമുക്ക് കൊത്തി നോക്കാം ഗൈസ്. മൂത്തനാന്നറിയില്ല, മൂത്ത മാത്ത മൂത്താ. വെരി ഗുഡ്. ഞാൻ എടുത്തോളാം, നീ വടിയെടുത്തോ. ചക്ക എടുത്തു പോന്ന് ഗൈസ്. മൂത്തിനെ പിന്നെ കാണിക്കാം കേട്ടോ, കൊത്തി തിന്നെ കാണിക്കാം. കണ്ടോ ഗൈസ്, ചക്ക കൊണ്ടുവന്നു കേട്ടോ. കൊത്തുവാണേ, കൊത്തി തിന്നുവാണ്. വെരി അമ്മയി. കണ്ടോ ഗൈസ്, എന്നെ കാണുന്നിട്ടാ, കാണുന്നിട്ടല്ലേ. ആ നമ്മൾ ചക്ക തിന്നോളാം ഗൈസ്. ഇത് കൊത്തണ്ടേ? മാമി കൊത്തിയറോ അല്ലേ? കൊത്തിയറോ മാമി? മൂത്തിരുതേ. ഇതിന് എക്സ്പെക്റ്റ് എൻ്റെ മാമിയാണേ കൊത്താൻ. നമുക്ക് തിന്നാൽ മാത്രമേ ആവും. പാങ്ങണ്ടോ ഇവിടെ നോക്ക്. കൊത്തി കൊത്തിട്ടാക്കിട്ടില്ല, അല്ല കുത്തി കുത്തിട്ട് കുത്തിട്ടായിട്ടില്ല. എന്നെ മാത്രം എടുക്കണല്ലോ, ഇവരെല്ലാം എടുക്കണോ? എല്ലാം എടുക്കുന്നുണ്ട്. ആ പറഞ്ഞോ, നാച്ചുറലായിട്ട് കേട്ടോ മതി. ഇവിടെ എങ്ങോട്ടാക്കി മാമിനെ കാട്ടി. മാമി ക്ലീനിങ്. മാമി ഓടുന്നുണ്ട്. പ്ലാസ്റ്റിക് വെക്കുന്നവരോ അമ്മായി. നല്ല മോന്തൊക്കെ പറഞ്ഞ മോന്ത കാട്ടണ്ട. അത്ര കണ്ടോ ഗൈസ്, ചക്ക കണ്ടോ? ചക്ക നല്ല ഉണ്ട് കേട്ടാ. ഞാനും പറയാത്ത മുമ്പിൽ ഉറപ്പിച്ച് കൊത്തി പകുതിയല്ലേ. അവിടെ കുഴപ്പമില്ല, കൊത്തി നോക്കാം. ദൂരെ പോയി അപ്പം അർത്ഥം കൈ കൊത്തി പോട്ടെ. യാരോ തന്നത് ചക്ക. ഓക്കെ അതെന്താ? ഓ പല്ല. ഓ ഇതൊരു വെളനീര്. ഉള്ളിലുണ്ട്. ചക്ക തിന്നാൻ വന്നവരാണേ ഇവര്. ചക്ക തിന്നാൻ പറ്റിയല്ല എനിക്ക്.
അതുകൊണ്ട് കറിയാക്കി തിന്നണം. നിങ്ങൾ തിരിച്ചടെ കാണും. ഇങ്ങനെ ഇങ്ങനല്ല, നിങ്ങൾ ഇവിടെ നിന്ന് മാമിനെ കാണിച്ച് അങ്ങോട്ട് നിങ്ങൾ മിക്സിയിൽ അരച്ച് തിന്നലാ? ഞാനും കൊണ്ടേക്ക് കറിയാക്കട്ടെ. കറിയാ? ചക്കക്കറി? കറിയല്ല, അങ്ങനെ വറവ്. വറവ്. ഇതിലൊരു ചെറിയ കഷ്ണം കൊത്തിത്തപ്പോ അതിൽ അങ്ങനെ എന്തായാലും തിന്നിട്ടുള്ളൂ. പക്ഷെ തിന്നിട്ടില്ല പ്രിയ, ഞാന് തിന്നിട്ടേ ഇല്ല. നോക്കുമ്പോളെ കണ്ടോ ഗേൾസ്, അമ്മയെ വന്നിട്ടാ കഴിക്കാൻ. മാമീനെ വിളിച്ചിട്ട് മാമി വരുന്നില്ല. എന്താ മാമി വരാത്ത? ಬಾಳ್ಸನಕಾಯಿ ತಿಂತಾ ಇದೀರಣ್ಣ? ಟೀ ಕುಡಿದ್ರಾ? ಏನೋ ಹೊತ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದೀರ, ತುಂಬ ವೆಯ್ಟ್ ಇರೋದು. ಉಷಾ ಫ್ಯಾನಾ? ಹಾಂ ಸರಿ ಸರಿ. അനിയത്തി മുഖം കാട്ടാൻ പാടില്ല, അവർ തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുഖം കാട്ടുന്നില്ല. കണ്ടത് ഇതാണ് വീട്, നമ്മുടെ വീട്. ഇത് അമ്മായിയുടെ വീട്. ഞാൻ അവിടെ വെച്ചിരുന്ന സൈഡിൽ മാമി കണ്ടാ വരുന്ന ബാക്കിൽ. മാമി കുറച്ചേ കാണുന്നുള്ളൂ. മാമിനെ ചക്ക വേണ്ടേ? പൂച്ചെടി കാണിച്ചാൽ കേട്ടോ, പൂച്ചെടി കേട്ടാ. കൈ കലീച്ച് ചക്ക പറിച്ചിട്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? പേര് ഇത് എന്ത് മലയാളത്തിൽ പറയുന്നത്? 6 മന്താ? ഓ 6 മന്തിനാ. ഇവിടെ ഇതിന് 6 മന്ത് പൂന്നാ പറയാ. 6 മന്ത്. അതിന് അനിയത്തി പറയാം 6 മാസമെന്ന്. ഇനി എന്താ പറയുമെന്ന് പറയണേ. ഇവിടെ ഇത് 6 മന്താണേ. കണ്ടോ എത്ര ഉണ്ടെന്ന്. ഒരുപാട് ചെടി ഉണ്ട് കേട്ടോ, വലിയ ചെടിയാണ്. വേറെ ചെടിയൊന്നുമില്ല. ഇത് റോഡാണ്. വീട്ടിനപ്പുറത്ത് ഒരു ചേച്ചിയുടെ വീടാണ്. ഇതാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് വെച്ച സ്ഥലം. അവിടെ നിന്നോണ്ടിരുന്നത്. പക്ഷെ 5 വർഷമായി ഇതിങ്ങനെയുണ്ട്. ഫൗണ്ടേഷൻ പൊന്തുന്നില്ല. അവർ രണ്ടാൾ ചക്ക അടിച്ചു വിടുന്നുണ്ട്. ഇതാണ് ഫൗണ്ടേഷൻ ഇട്ട്. അതാണ് വീട്. എൻ്റെ മാമൻ്റെ മക്കളല്ലേ, അപ്പോൾ ഇങ്ങനെ തരും എനിക്ക്. ഞാൻ ബാങ്ക് അക്കൗണ്ട് മാത്രം അയച്ചാൽ മതി, അവരപ്പോൾ എനിക്ക് ഇങ്ങനെ അയച്ചു വിടും. അപ്പോൾ ശരി ഗായ്സ്, വീഡിയോ നിർത്തുവാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ, ടാറ്റാ.